students, in the last class we studied about super senses of ants. Today we are going to study the super sense of mosquitoes. Have you seen mosquitoes? Okay. Have you ever been troubled by mosquitoes? Yes, all of us troubled by mosquitoes. How can they know us? They know us through our body smell or our hotness of our body. Okay, how can they find us? They find us through our body smell or the hotness of our body. Next is super sense of dog. Have you seen dogs? Okay, all of you seen no dogs. Okay, then have you seen that the dogs are sniffing here and there under a tree or the road? Okay, നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ ഡോഗ്സ് എന്ത് ചെയ്യാറുണ്ട് റോഡിലൊക്കെ സ്നിഫ് ചെയ്ത് നടക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ അത് എന്തിനാണെന്ന് അറിയാമോ ചിലപ്പോൾ അവിടെ എന്ത് ചെയ്യും യൂറിൻ പാസ് ചെയ്യാറുണ്ട് എന്താണ് അതിൽ നിന്ന് അവർ എന്ത് ചെയ്യുന്നത് അത് അവരുടെ ഏരിയ ആണെന്ന് അവർ മാർക്ക് ചെയ്യാണ് ചെയ്യുന്നത് മറ്റുള്ള ഡോഗ്സ് അവിടെ വരുമ്പോൾ അവിടെ അത് ആരുടെ ഈ യൂറിൻ പാസ് ചെയ്ത ഡോഗ് അവിടെ ഒരു ഡോഗ് ഉണ്ട് എന്ന് വന്നിട്ടുണ്ട് അത് അതിൻ്റെ ഏരിയ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് യൂറിൻ പാസ് ചെയ്യുന്നത് അപ്പോൾ ഇത് യൂറിൻ പാസ് ചെയ്തിട്ടുണ്ട് അത് വേറൊരു ഡോഗിൻ്റെ ആണെന്ന് അറിയുന്നത് എങ്ങനെയാണ് അവരുടെ സൂപ്പർ സെൻസ് അത് അവരുടെ ഒരു സൂപ്പർ സെൻസ് ആണ് മനസ്സിലായോ ഓക്കെ ഫോർ ദിസ് ടൈപ്പ് ഓഫ് സൂപ്പർ സെൻസസ് ആർ യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ദി ഡോഗ്സിൻ്റെ ഈ സൂപ്പർ സെൻസസ് ഹ്യൂമൻസ് എന്ത് ചെയ്യാറുണ്ട് ഉപയോഗിക്കാറുണ്ട് എന്തിനൊക്കെയാണെന്ന് അറിയാമോ ഫോർ ഫൈൻഡിങ് criminals, for finding undesirable things like bombs etc. എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് ഫോർ ഫൈൻഡിങ് ക്രിമിനൽസിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ഡോഗ്സിനെ യൂസ് ചെയ്യാറുണ്ട് ദെൻ ഫോർ ഫൈൻഡിങ് അൺഡിസൈറബിൾ തിങ്സ് ലൈക്ക് ബോംബ്സ് എക്സെട്ര we know that eye is one of our sense organ for what purpose we use this eye for seeing okay for what seeing like this all living organisms have eyes for seeing then you know that birds also have the sense organ eye okay for what for seeing the changes around them. Do you know the name of such a birds like eyes in front of their head? Yes, owl. Which bird? Owl. അല്ലേ നമുക്കറിയാം മനുഷ്യനെ പോലെ നമ്മുടെ ഹെഡിൽ രണ്ട് ഐസ് ഉള്ള ഹെഡിന് ഫ്രണ്ടിലായിട്ട് രണ്ട് ഐസ് ഉള്ള ബേർഡ് ഏതാണ് ഔൾ ബേർഡ് ഏതാണ് ഔൾ സോ ഔൾസ് ഹാസ് two eyes to see the things around us like us. ഹ്യൂമൻ ബീങ്സിനെ പോലെ രണ്ട് കണ്ണുകളുണ്ട് ഫ്രണ്ടിൽ ഹെഡിന് ഫ്രണ്ട് ആയിട്ട് അതുകൊണ്ട് അവന് ചുറ്റുമുള്ള സാധനങ്ങളെ അവർക്ക് കാണാനായിട്ട് കഴിയും നെക്സ്റ്റ് വൺ ഈസ് ഇയർ ഓൾ ലിവിങ് തിങ്സ് എക്സെപ്റ്റ് പ്ലാന്റ്സ് ഹാവ് ഇയേഴ്സ് ഇയർ ഈസ് അവർ നെക്സ്റ്റ് സെൻസ് ഓർഗൻ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സോ ഹിയർ ഈസ് യൂസ്ഡ് ടു ഇയർ ഈസ് യൂസ്ഡ് ടു ഹിയർ അല്ലേ നമുക്ക് ചെവി എന്തിനാ നമ്മൾ കേൾക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഹിയർ ദ സൗണ്ട്സ് അറൗണ്ട് അസ് നമുക്ക് ചുറ്റുമുള്ള സൗണ്ട്സ് കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെവി ഉപയോഗിക്കുന്നത് ഇല്ലേ ഓൾ ആനിമൽസ് ആൻഡ് ബേർഡ്സ് ഹാവ് ഇയേഴ്സ് ഓക്കെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഹിയർ ബട്ട് ദ ബേർഡ്സ് ഇയേഴ്സ് ആർ വെരി സ്മോൾ but it is very sharp we cannot see that because it is covered with the feathers അതായത് എന്താ ബേർഡ്സിൻ്റെ ഇയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ പോലെ ഇങ്ങനെ വലുതെന്നല്ല എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല കാരണം അതിന് ഷാർപ്പായിട്ടുള്ള ഇയേഴ്സ് ആണുള്ളത് പക്ഷെ അതിൻ്റെ ഫെദേഴ്സ് കൊണ്ട് അത് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓക്കെ Then some animals have the ability to making warning sounds if the danger coming. Okay.
Okay, students. In our textbook, some examples are there. I read the text. Listen carefully. High upon a tree, a langur warns others of dangers like a tiger or leopard. The langur does this by making a special warning call. അതായത് ലാംഗ്വർ എന്താ ചെയ്യാൻ ലെപ്പേർഡ് അല്ലെങ്കിൽ ടൈഗർ ഒക്കെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ വാർണിംഗ് സൗണ്ട്സ് ഉണ്ടാക്കാറുണ്ട്. നെക്സ്റ്റ്, ബേർഡ്സ് ഓൾസോ ഗീവ് അലാം കോൾസ് ടു warn about the danger. Some birds even have different sounds for different kinds of dangers. For example, there is a different warning call if the enemy is coming from the sky or the enemy is on the ground. Some type of birds can make the warning sounds. അതായത് നമ്മുടെ ഫോറസ്റ്റിലൊക്കെ ഹണ്ടേഴ്സൊക്കെ വരികയാണെങ്കിൽ ഈ ബേർഡ്സൊക്കെ എന്ത് ചെയ്യും, വാർണിംഗ് സൗണ്ട്സ് മേക്ക് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, ഫിഷസ് ഗേവ് അലാം കോൾ ബൈ ഇലക്ട്രിക് സിഗ്നൽസ്. ദ ഫിഷസ് ഓൾസോ മേക്ക് വാർണിംഗ് സൗണ്ട്സ് ലൈക്ക് ഇലക്ട്രിക് സിഗ്നൽസ്. ഇലക്ട്രിക് സിഗ്നൽസ് ഉപയോഗിച്ച് ഫിഷസ് എന്ത് ചെയ്യാറുണ്ട്, വാർണിംഗ് സൗണ്ട്സ് ഉണ്ടാക്കാറുണ്ട്. നെക്സ്റ്റ്, ലിസൺ. Dolphins also make different sounds to give messages to each other. അതായത് ഡോൾഫിൻസ് എന്ത് ചെയ്യാറുണ്ട്, പരസ്പരം സന്ദേശം കൈമാറാൻ വേണ്ടി സൗണ്ട്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സയൻറ്റിസ്റ്റ് ബിലീവ് ദാറ്റ് മെനി ആനിമൽസ് ഹാവ് എ സ്പെഷ്യൽ ലാംഗ്വേജ് ഓഫ് ദെയർ ഓൺ. സോ അത് സയൻറ്റിസ്റ്റുകൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഓരോ ആനിമൽസിനും അവർക്ക് മെസ്സേജസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി അവരുടേതായ ലാംഗ്വേജ് ഉണ്ട്. അവരത് സൗണ്ട്സിലൂടെ പുറത്ത് കാണിക്കുന്നു. Okay, next we will learn about another animal, sloth. Here is that. Look, it looks like a deer, but it is not a deer. Okay, it is a sloth. The sloth eats the leaves of the same tree on which it lives. It hardly needs anything else. When it has eaten enough leaves from that tree, it moves to the nearby tree. Okay, sloth എന്താ, ഇലകളാണ്. അത് ഏത് മരത്തിലാണോ ജീവിക്കുന്നത് ആ മരത്തിലെ ഇലകളാണ് അത് കഴിക്കുന്നത്. ഓക്കെ, ഇത് ഏകദേശം 40 വർഷത്തോളം ജീവിക്കും. അത് 40 വർഷത്തോളം ജീവിച്ചിരിക്കും. ഈ 40 വർഷം കൊണ്ട് അത് 8 മരത്തിലായിരിക്കും മാറി മാറി ജീവിക്കുക. ഈ 40 വർഷം കൊണ്ട് 8 മരത്തിൽ മാറി മാറി ജീവിക്കും. ആഴ്ചയിൽ ഒരു ദിവസം അതെന്ത് ചെയ്യും, ഈ മരത്തിൻ്റെ മുകളിൽ നിന്നും താഴെ ഇറങ്ങും. എന്തിനു വേണ്ടിയാ, റിലീഫിന് വേണ്ടി. അപ്പോൾ മനസ്സിലായോ സ്ലോത്തിൻ്റെ പെക്യുലാരിറ്റീസ് മനസ്സിലായോ? സോ നെക്സ്റ്റ് ആനിമൽ ഈസ് ടൈഗർ. Tiger is one of the most alert animal. Okay, tiger is one of the most alert animal. Here are some peculiarities of tigers are given. I read the text. You listen carefully. A tiger can see 6 times better at night than most of us. ടൈഗറിന് എന്തിനുള്ള കഴിവുണ്ട്, നമ്മുടെക്കാളിലും രാത്രി കാലങ്ങളിൽ നമ്മുടെ കാഴ്ചയേക്കാൾ 6 മടങ്ങ് കാഴ്ചശക്തി ആർക്ക് കൂടുതലാണ്, ടൈഗറിന് കൂടുതലാണ്. നെക്സ്റ്റ്, the tiger's whiskers are very sensitive and it can sense the movements or vibrations in air. They help the tiger move in the dark and find its prey. Okay, next one. A tiger's sense of hearing is so sharp that it can make out of the difference between the rustling of leaves and the sound of an animal moving on the grass. The ears of the tiger can move in different directions and this helps to catch the sounds from all around. നമുക്കറിയാം ടൈഗേഴ്സിൻ്റെ ഹിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര അലേർട്ടാണ് അല്ലേ. പിന്നെ നമ്മുടെ ഗ്രാസിലൂടെ തന്നെയാണെങ്കിലും അനിമൽസൊക്കെ മൂവ് ചെയ്തത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ ആർക്ക് കഴിവുണ്ട്, ടൈഗേഴ്സിന് കഴിവുണ്ട്. ടൈഗേഴ്സ് മേക്ക് ഡിഫറെൻറ്റ് സൗണ്ട്സ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ് ലൈക്ക് വെൻ ഇറ്റ് ഈസ് angry or to call out to a tigress. It can also roar or snarl. Its roar can be heard up to 3 kilometers away. അതായത് ടൈഗേഴ്സിന് ഡിഫറെൻറ്റ് സൗണ്ട്സ് മേക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് 3 കിലോമീറ്റർ ദൂരെ നിൽക്കുന്നവർക്ക് വരെ അത് കേൾക്കാൻ കഴിയും.
Each tiger has its own area which may cover several kilometers. Tigers mark their area with their urine. Then a tiger can at once come to know if there is another tiger in its area by the smell of the urine. A tiger will avoid going into another tiger's area. അതായത് ടൈഗർ എന്താ ചെയ്യുന്നത്, ടൈഗറിൻ്റെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സെൻസാണ്. ടൈഗർ താമസിക്കുന്ന ലീവ് ചെയ്യുന്ന പ്ലേസസ് ഒരു ഏകദേശം 3 കിലോമീറ്റേഴ്സോളം വരും. അവിടെ എന്ത് ചെയ്യും, അത് യൂറിൻ പാസ് ചെയ്യും. അപ്പോൾ മറ്റുള്ള ടൈഗേഴ്സ് അവിടെ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഇത് സ്മെല്ല് ചെയ്ത് എന്ത് ചെയ്യും, അത് മറ്റൊരു ടൈഗറിൻ്റെ ഏരിയ ആണെന്ന് സ്മെല്ല് ചെയ്ത് മനസ്സിലാക്കി ആ ഏരിയയിലോട്ട് അവർ കടക്കില്ല. ഓക്കെ, ഇത് ഇത്രയാണ് ടൈഗേഴ്സിൻ്റെ സെൻസ്. സ്റ്റുഡൻസ്, our chapter is over. In this chapter we discuss about the super senses of some animals. Okay, all of you study well. Thank you.